ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഫയർ സർവീസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം നിലവിൽ തന്നെ 500ഓളം വോളണ്ടിയേഴ്സും ജീവനക്കാരുമായിട്ട് നിലവിലുണ്ട്. 50 വാഹനങ്ങൾ പല സ്ഥലത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. 50 വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർ ടെൻഡറുകൾ, മറ്റു വാഹനങ്ങൾ എല്ലാ വിധത്തിലും പല സ്ഥലത്തുമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിൽ 100ഓളം സ്ഥലത്ത് എക്സ്റ്റിംഗ്വിഷർ പോയിന്റുകൾ ജീവനക്കാരെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർ സർവീസിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിൻ്റെ സേവനം നമ്മൾ തേടിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ മൈക്ക് പോയിന്റുകളിലും എങ്ങനെ പൊങ്കാലയിടണം, പൊങ്കാലയിടുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണത്തിൻ്റെ ബൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 100ഓളം സ്ഥലങ്ങളിൽ ഫയർഫോഴ്സിൻ്റെ മുൻകരുതലായിട്ടുള്ള ബാനറുകൾ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. വളരെ ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് തീ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങൾ വളരെ ശ്രദ്ധയോടെയും വളരെ സുരക്ഷിതമായും പൊങ്കാലയിടണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. ചൂട് കൂടിയ സമയമാണ്, അതുകൊണ്ട് തന്നെ ഓരോ പൊങ്കാല അടുപ്പുകളും കൃത്യമായി അകലം പാലിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. അത് അലസമായി ചുറ്റും കറങ്ങാത്ത രീതിയിൽ അത് ഒതുക്കി വെക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളെ പൊങ്കാല അടുപ്പിൽ നിന്നും അകലം പാലിച്ച് അവരെ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിന് മാത്രം വിറക്, ഇന്ധനം, ഇങ്ങനെയുള്ള ആവശ്യത്തിനുള്ള വിറക് മാത്രം കൊണ്ടുവരിക. കൂടുതലായിട്ടുള്ള വിറക് കത്തുന്ന സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാതിരിക്കുക. അതോടൊപ്പം തന്നെ ഓരോ ഭക്തരും കുറച്ച് വെള്ളം ഒരു പാത്രത്തിലോ ഒരു ബക്കറ്റിലോ കുറേ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും, ഒരു അപകടം ഉണ്ടായാലും ഉപയോഗിക്കാൻ വേണ്ടി. അപ്പം അതുപോലെ തന്നെ തീ അണഞ്ഞതിന് ശേഷം, പൊങ്കാല അണഞ്ഞതിന് ശേഷം, ആ വിറവെല്ലാം അണച്ചതിന് ശേഷം അവിടെ വിട്ടു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനോമണി